ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്ക് 20K ഫാമിലി ആയിട്ടോ. എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലരും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈ. മുടി നരപ്പ് മാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ കെമിക്കലായിട്ടുള്ളതാണ് നമ്മൾ കൂടുതൽ എളുപ്പപ്പണിക്ക് നമ്മൾ ഉപയോഗിക്കാറല്ലേ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുടി കറുപ്പ് കളറൊക്കെ വരും. പക്ഷെ അതിന് പാർശ്വഫലങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. അത് ചിലവർക്കത് അലർജി ആയിട്ട് മാറും. പിന്നെ മുഖത്തൊക്കെ നീര് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, നീരൊക്കെ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് സ്കിന്നിന് അത്ര സൂട്ടബിൾ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കെമിക്കലായിട്ടുള്ള ഡൈ മേടിച്ച് നമ്മൾ ആ ഒരു പരിപാടി ചെയ്യണത്. അപ്പം നമുക്ക് അതൊന്നും ഇല്ലാതെ നമ്മുടെ മുടി എങ്ങനെയാണ് നല്ല കറുപ്പ് നിറത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം എൻ്റെ മുടിയൊന്നും ഒറ്റണം പോലും നരച്ചിട്ടില്ല. അതൊരു അഭിമാനമായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. രണ്ടെണ്ണം പോലും നരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു ശീലമില്ല. ഞാൻ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നമുക്കത് പല ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വരാം. പിന്നെ നമ്മുടെ കാലാവസ്ഥകളൊക്കെ ചേഞ്ച് വരുമ്പോൾ നമുക്കൊക്കെ നരപ്പൊക്കെ വരും കേട്ടോ. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിക്കാതെ വന്നാലും നമുക്ക് നരകളൊക്കെ വരും. അപ്പോൾ അത് ഒരെണ്ണം വന്നാൽ തന്നെ നമുക്ക് ടെൻഷനായില്ലേ. അപ്പോൾ നമ്മൾ വയസ്സൊക്കെ ആയോ, അയ്യോ വല്ലാണ്ട് പ്രായമായോ, ഇനി കാണുമ്പോൾ എന്താ, അങ്ങനെയുള്ള പല ചിന്താഗതികളുണ്ടാവും. അതന്നെ നമ്മൾ ചിന്തിച്ച് നമുക്ക് വല്ലാത്ത ടെൻഷനായിട്ട് മാറും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മുടിക്ക് നരപ്പ് കൂടെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയണത്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇത് മാത്രമാണ് നമുക്ക് മറ്റുള്ള കെമിക്കലിൻ്റെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ഗുണം ചെയ്യണ ഒരു അടിപൊളി പാക്കാണ്. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്ക് ഇതൊരു 2 പാക്കറ്റോളം വേണം. ഞാനിവിടെ ചെയ്ത് കാണിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കണില്ല, പറഞ്ഞു തരാം. ഇത് ഒരു 2 പാക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. അതായത് തരിയില്ലാത്തത് ഇൻസ്റ്റൻറ്റ് നൈസ് പൊടി എടുക്കുക. നമ്മൾ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നമ്മൾ കാച്ചിയ എണ്ണയാണെങ്കിൽ അതിൽ ഈ 2 ടീസ്പൂൺ പൊടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ശേഷം ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കടലമാവ് കിട്ടിട്ടൊക്കെ മുഖം കഴുകിയെടുക്കുക, മുടി കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കഴുകിയെടുക്കാം. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ തലയിൽ നമുക്കറിയാലോ, എണ്ണയില്ലാതെയൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ ഓൾറെഡി ഇതിൽ തേക്കണതുകൊണ്ട് നമുക്ക് മുൻപേ എണ്ണ തേക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് അടിപൊളി റിസൾട്ട് തരുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അത് പോരാതെ നമുക്ക് ഭക്ഷണത്തിൽ നമ്മുടെ നെല്ലിക്ക, അതുപോലെ മുരിങ്ങയുടെ ഇല, കറിവേപ്പില നമ്മൾ കറിയിൽ നിന്നൊക്കെ എടുത്ത് കളയാറല്ലേ പതിവ്. അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നോക്കുക. അത് വയറ്റിൽ പോയോണ്ട് വേറെ ഒരു ദോഷവും വരില്ല കേട്ടോ. കറിവേപ്പില ഉണക്കി പൊടിച്ചിട്ട് അത് നമുക്ക് വെളിച്ചെണ്ണയിൽ തേച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം വരും. കറിവേപ്പിൻ്റെ ഇല വെറുതെ അരച്ചിട്ട് അതിൻ്റെ ചാറ് എടുത്തിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മുടി നര വരാണ്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. മുരിങ്ങയുടെ ഇലയൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഇരുമ്പ് പാത്രത്തിലാണ് നമ്മൾ കൂടുതൽ ഡൈ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറല്ലേ. അത് പ്രത്യേകിച്ച് എല്ലാ വീഡിയോസിലും പറയും ഇരുമ്പ് പാത്രത്തിലാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് ഇരുമ്പിൻ്റെ അംശം നമുക്ക് തലയിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെല്ലിക്ക എന്ന് പറയുന്ന സാധനം നമുക്ക് നല്ലോണം ഇരുമ്പ് സത്തുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നിസ്സാര വിലയല്ലേ ഉള്ളൂ. അത് ദിവസം ഓരോന്നൊക്കെ കഴിച്ചാൽ നമുക്കതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിനും മുടിക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് ചെയ്ത് കാണിക്കണില്ല, പറഞ്ഞു തന്നത് മനസ്സിലാണ്ടോന്ന് വിചാരിക്കണോ. 2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് ഒരു അരമണിക്കൂർ ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അത് അവരവരുടെ സൗകര്യത്തിന് അനുസരിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ചാനലിലോട്ടൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോ യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മളിതിലിട്ടിട്ടുണ്ട്, തോന്നുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.